ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടുന്നു എന്നും അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു എന്നും നേതാക്കളെ ജയിലിൽ അടയ്ക്കുന്നു എന്നുമുള്ള കാര്യത്തിൽ ലോക ജനാധിപത്യ രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചത് നാം കണ്ടതാണ്. ഏകാധിപത്യത്തിൻ്റെ തീരുമാനത്തെ ലോകരാജ്യങ്ങൾ പലരും ചോദ്യം ചെയ്യുന്നതും ആശങ്കയോടെ നോക്കിക്കാണുന്നു എന്ന് പറഞ്ഞതും നമ്മൾ അറിഞ്ഞു. ഭരണഘടന മുന്നിൽ വയ്ക്കുന്ന ജനാധിപത്യത്തെ കാത്തുസൂക്ഷിക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശക്തമായ ഒരു നിലപാട് ഇടക്കാല ഉത്തരവിലൂടെ എടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിലെ ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ജയിലിൽ അടച്ചും മാറ്റി നിർത്തുന്നത് ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളാണ് എന്ന് ലോക ജനാധിപത്യ രാജ്യങ്ങൾക്ക് തോന്നിയത് പോലെ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും അത് വ്യക്തമായി മനസ്സിലാക്കി. 50 ദിവസം മുൻപ് ജയിലിൽ പോകുന്നതിന് മുൻപുള്ള ഒരു സാധാരണക്കാരനായ ഒരു ആം ആദ്മി പാർട്ടി നേതാവായി അല്ല അരവിന്ദ് കെജ്രിവാൾ തിരിച്ചു വന്നത്. വിശ്വഗുരു എന്ന് സ്വയം വിശ്വസിച്ചും പ്രഖ്യാപിച്ച് നടക്കുന്ന മോദിയുടെ ഉറക്കം കെടുത്തുന്ന ആക്രമണ സ്വഭാവമുള്ള പ്രതിപക്ഷ നേതാവായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ തിരിച്ചു വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അസാധാരണമായ ഒരു സാഹചര്യത്തിൽ അസാധാരണമായ ഒരു തീരുമാനം എന്ന് പറഞ്ഞ് രാജ്യത്തെ പരമോന്നത നീതിപീഠം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാൻ ജയിലിൽ കിടക്കുന്ന ഒരു നേതാവിന് ജാമ്യം കൊടുക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യാനുഭവമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന് അഭിമാനം നൽകുന്ന ഇന്ത്യയുടെ ചരിത്രത്തിലെ ഭരണഘടനയുടെ ധാർമ്മികതയാണ് നമ്മൾ കണ്ടത്. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയാൽ തങ്ങളുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയടിക്കാൻ കെജ്രിവാൾ ഒരുങ്ങുമെന്ന് മോദിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ കെജ്രിവാൾ പുറത്തിറങ്ങാതിരിക്കാൻ പരമാവധി കിണഞ്ഞ് ശ്രമിച്ചിട്ടും സുപ്രീം കോടതി ജനാധിപത്യത്തിന് വേണ്ടി നിന്നു. ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ലോകത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് വിളിച്ചു പറയാൻ തയ്യാറായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും കാതലായ വിഷയം. മെയ് 11 എന്നത് ഫാസിസത്തിൻ്റെ കോട്ടക്കൊത്തളങ്ങൾ ആടി ഉലഞ്ഞ ദിവസമാണ്. സ്വയം അജണ്ട സൃഷ്ടിച്ച് മറ്റു പാർട്ടികളെ കുരുക്കിയിടുന്ന പതിവ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റുകയാണ് അരവിന്ദ് കെജ്രിവാൾ ചെയ്തത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ അജണ്ടയിൽ BJP കുരുങ്ങി. തിഹാർ ജയിലിൻ്റെ ഇരുമ്പ് വാതിലുകൾ തുറക്കുന്ന ശബ്ദം മോദിയുടെയും അമിത്ഷായുടെയും ഉറക്കം കെടുത്തുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം തന്നെ മാറ്റം വരുത്തുന്ന തിരിച്ചുവരവാണ് അരവിന്ദ് കെജ്രിവാൾ നടത്തിയിട്ടുള്ളത്. ഹിന്ദി ബെൽറ്റിലെ ജനങ്ങളോട് സൗമ്യമായും ലളിതമായും അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലും സംസാരിക്കാൻ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം മാറ്റാൻ കഴിയുമെന്ന് മോദിക്കും അമിത്ഷായ്ക്കും നന്നായി അറിയാമായിരുന്നു. 50 ദിവസത്തിന് മുൻപ് ജയിലിൽ പോകുന്നതിന് മുൻപുള്ള ഒരു സാധാരണക്കാരനായ അരവിന്ദ് കെജ്രിവാളിനെ അല്ല നമ്മളിപ്പോൾ കാണുന്നത്. മോദിയുടെ ഉറക്കം കെടുത്തുന്ന ആക്രമണ സ്വഭാവമുള്ള പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരാളെ പ്രതിയാക്കി കേസെടുത്തത് എന്തിനാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയാതെ പറഞ്ഞു വച്ചത്. ജനാധിപത്യമാണ് നമ്മുടെ ഭരണഘടനയുടെ അന്തസത്ത എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു ഇടക്കാല വിധിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്. മുൻ അനുഭവമില്ലാത്ത മുൻ പരിചയമില്ലാത്ത ഒരു വിഷയത്തിൽ പോലും ജനാധിപത്യത്തിൻ്റെ വില എന്താണ് എന്ന് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്ന ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തമായ ഒരു ഇടക്കാല വിധിയാണ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതിക്കുണ്ടായത്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത രീതിയും സമയവും ഒരു രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റാണ് എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം സുപ്രീം കോടതി മനസ്സിലാക്കി എന്നുള്ളതാണ് കൃത്യമായ കാര്യം. ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷ നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് ജയിലിൽ അടച്ചുകൊണ്ടല്ല ഏകാധിപതിയെപ്പോലെ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടത് എന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മാധുര്യം സുപ്രീം കോടതി ഒരിക്കൽ കൂടി നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഇന്ത്യയിലെ ഒരു ദേശീയ പാർട്ടിയുടെ ഒരു ദേശീയ കൺവീനറായ പാർട്ടിയുടെ ഉന്നതനായ ഒരു നേതാവിനെ ഈ രാജ്യത്തെ ജനാധിപത്യപരമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനുള്ള സാഹചര്യങ്ങളെ നിഷേധിച്ചുകൊണ്ട് ജയിലിൽ അടയ്ക്കുക എന്നുള്ളത്, ജയിലിൽ കഴിയുക എന്നുള്ളത് ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയത് കൊണ്ടാണ് അസാധാരണമായ ഒരു സാഹചര്യത്തിൽ അസാധാരണമായ ഒരു നിലപാടും ഒരു ഇടക്കാല വിധിയും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും
ലോക ജനാധിപത്യത്തിന് മുന്നിൽ ഞങ്ങൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനമെന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറയാൻ സുപ്രീം കോടതി കാണിച്ച ആത്മബോധത്തെയും ധൈര്യത്തെയും ധാർമ്മികതയും നാം വാനോളം പുകഴ്ത്തേണ്ടതുണ്ട്. ഏകാധിപത്യത്തെയും സ്വച്ഛാധിപത്യത്തെയും കുറിച്ച് മാത്രം ചിന്തിക്കുകയും ആലോചിക്കുകയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന മോദി ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. ജനാധിപത്യത്തിൻ്റെ ശക്തിയും മനോഹാരിതയും എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ തിരിച്ചുവരവ്. സാമാന്യ ശക്തിയുള്ള നേതാവായിരുന്ന അരവിന്ദ് കെജ്രിവാൾ അസാമാന്യ ശക്തിയുള്ള നേതാവാക്കി തിരിച്ചു വരാൻ 50 ദിവസം നീണ്ടുനിന്ന ജയിൽവാസം കാരണമായി. അരവിന്ദ് കെജ്രിവാൾ ആരംഭിച്ചിട്ടേയുള്ളൂ. എണ്ണിത്തിട്ടപ്പെടുത്തിയ 21 ദിനങ്ങളാണ് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യക്ക് പുതിയ ചരിത്രം കുറിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളിലേക്കും പറന്നിറങ്ങുകയാണ്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ തന്നെ ഫാസിസത്തിൻ്റെ 2500 കോടി രൂപയുടെ ആസ്ഥാന മന്ദിരത്തിനകത്ത് പോലും വിറയലുണ്ടാക്കിയത് നമ്മൾ കണ്ടു. അതാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ്റെ ബുദ്ധിയും കൗശലവും. BJPക്ക് ഏറ്റവും സ്വാധീനമുള്ള മേഖലകളിൽ വരും ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങുന്നതോടെ മോദിയുടെ കൂടുതൽ പതർച്ചയും വെപ്രാളവും നമുക്ക് കാണാനാകും. ഒരാശങ്കയും ഇല്ലാതെ ഇനി നമുക്ക് പറയാം, രാജ്യം ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന്. രാജ്യം ഭരിക്കുന്ന ഏകാധിപതിയെ പുറത്താക്കുന്നത് വരെയുള്ള പോരാട്ടത്തിന് ഞാൻ ഇറങ്ങുകയാണ്. 21 ദിവസത്തിൽ മുഴുവൻ ദിവസവും മുഴുവൻ സമയവും പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ മുന്നിലുണ്ടാകും. 140 കോടി ജനങ്ങളും എൻ്റെ ഒപ്പം നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ കടന്നു വരികയാണ്. ഡൽഹിയിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല തൻ്റെ പ്രവർത്തന ശൈലിയെന്നും രാഷ്ട്രീയ പ്രചരണമെന്നും ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളോട് സംവദിക്കാൻ ഞാൻ ഇറങ്ങി വരുന്നു എന്ന് ആ നേതാവ് പറയുന്നത് ഉറച്ച ശബ്ദത്തോടെയാണ്. ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപവും അന്തസ്സും തിരിച്ചുപിടിക്കാൻ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിക്കാൻ കടന്നു വരുന്ന ആ മനുഷ്യനോടൊപ്പം നമുക്കും ഒത്തുചേരാം.